ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ ഷോർട്ട് ഫിലിമാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആക്ച്വലി എത്ര പേർക്ക് നെഗറ്റീവ് എനർജി അഥവാ നമ്മുടെ ഭൂതപ്രേത പിശാചുകളിൽ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം കൂടിയാണിത്. ആദ്യം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്ത് പാതിരാത്രി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കിണറ്റിലെ തൊട്ടി താഴെ വീണ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് വന്ന മൂക്കുപീന്നിന് സംഭവിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് സ്ക്രീൻ ബ്ലാക്ക് ഔട്ടായി നമ്മൾ കാണുന്നത് ഒരു ഇന്റർവ്യൂ സെക്ഷനാണ്. അതിൽ ആദ്യം വന്നത് അജയ് വർമ്മ ആണ്. പുള്ളിക്കാരൻ തന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായി ഇന്റർവ്യൂ എടുക്കുന്ന ആളിനോട് പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു ലേഡിയും പിന്നെ ഒരു ചെറുപ്പക്കാരനും വന്നു. സത്യത്തിൽ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. പാരാനോർമൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആ പ്രോജക്റ്റിന് അവർ ഈ 3 പേർക്കും ഓഫർ ചെയ്തത് 5 ലക്ഷം രൂപ ആയിരുന്നു. ഇതിൽ അജയ് തന്റെ കടങ്ങളൊക്കെ തീർക്കാനുള്ള 5 ലക്ഷം രൂപ മുന്നിൽ കണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ പ്രോജക്റ്റിൽ തലവെച്ചത്. പിന്നെ അയാൾക്ക് പ്രേതങ്ങളിലൊന്നും വിശ്വാസവുമില്ല. രണ്ടാമത് വന്ന ലേഡിക്ക് തന്റെ ലൈഫിലെ നെഗറ്റീവ് എനർജിയുടെ ഭാഗമായി ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രോജക്റ്റിൽ ഹെൽപ്പ് ആകും എന്ന് അവർ പറഞ്ഞു. മൂന്നാമത് വന്നാൽ ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയെ പറ്റി അറിയാനുള്ള ഒരു ത്വര കൊണ്ടാണ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഈ 3 പേരെയും പാരാനോർമൽ പ്രോജക്റ്റ് ചെയ്യുന്ന റിസർച്ചേഴ്സ് ഈ മീറ്റിംഗിനായിട്ട് അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. സംഭവം രാത്രിയാണ് വിളിപ്പിച്ചത് കേട്ടോ. അങ്ങനെ 3 പേര് മീറ്റിംഗ് സ്പോട്ടിലെത്തി. ടീമിലെ ഒരാൾ വന്ന് 3 പേരെയും അകത്തേക്ക് വിളിച്ചു. അതിന്റെ ഉള്ളിലെ പ്രൊജക്ടറിൽ ഒരു പഴയ തറവാട് പോലെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പാരാനോർമൽ റിസർച്ചറായ ആര്യൻ ജോണും അസിസ്റ്റന്റ് സിദ്ധാർത്ഥും അവരുടെ ആവശ്യം 3 പേരോടും പറഞ്ഞു. സംഭവം എന്താന്ന് വെച്ചാൽ ഇത് അവരുടെ 20ാമത്തെ പ്രോജക്റ്റ് ആണ്. അവർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേമസ് ആയ ദേവമംഗലം എട്ടുകെട്ട് മഠമാണ്. 1896 ഒരു കൂട്ടം ആർക്കിടെക്ചേഴ്സ് വാസ്തുശാസ്ത്രം തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി വാസ്തുവിനെതിരായി പണിത ഒരു മഠമാണിത് കേട്ടോ. ഈ പറയുന്ന പ്രേതഭൂത പിശാചുകളുടെ കാരുണ്യം കൊണ്ട് അവിടെ 67 മരണങ്ങളും 113 മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാണിക്കുന്ന CCTV ഫൂട്ടേജസും മാത്രമേ തെളിവുകളായിട്ട് കിട്ടിയിട്ടുള്ളൂ. അവിടുന്ന് ഈ സ്ഥലത്ത് 24 മണിക്കൂർ സ്റ്റേ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലാതെ തിരികെ വരിക എന്നതാണ് ആര്യനും സിദ്ധാർത്ഥും ആ 3 പേർക്കും മുൻപിൽ വെച്ച ഡിമാൻഡ്. അവരെ വെറുതെ ഒന്നും അകത്തേക്ക് കയറ്റി വിടില്ല. ഓരോരുത്തർക്കും ഓരോ GoPro ക്യാമറ, സർവൈലൻസ് ഗാഡ്ജറ്റ്സ്, ടെമ്പറേച്ചർ ഗൺസ് അങ്ങനെ കുറെ സാധനങ്ങളുമായിട്ടാണ് വിടുന്നത്. അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുള്ള ഇവർക്ക് അറിയാനുള്ളതെല്ലാം ഓരോരുത്തരുടെ ബോഡിയിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ കേട്ടിട്ടും ഇതിൽ നിന്നും ആർക്കെങ്കിലും പിന്മാറണമെങ്കിൽ മാറാമെന്ന് അവർ പറഞ്ഞെങ്കിലും 3 പേർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പ്രോജക്റ്റ് ഈ 3 പേർക്കും 5 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ട് അടുത്ത ദിവസം അവർ പറയുന്ന സ്ഥലത്ത് വരാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം രാത്രി അവർ പറയുന്ന സ്ഥലത്ത് 3 പേരും എത്തി. ആര്യനും സിദ്ധാർത്ഥും അവരെയും കൂട്ടി നിഗൂഢതകളുള്ള ദേവമംഗലം മഠത്തിലെത്തി. അജയ് പ്രത്യേകിച്ച് ഒരു വികാരവുമില്ലാതെ സ്വന്തം വീട്ടിൽ കയറി പോകുന്ന കൂട്ടം കയറിപ്പോയി. മറ്റു 2 പേർക്ക് ആ മഠം കണ്ടപ്പോൾ ചെറിയൊരു ഭയമൊക്കെ തോന്നി. പിന്നീട് നമ്മൾ കാണുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. നല്ല പ്രായമൊക്കെ ആയ പോലെ ക്ഷീണിച്ച് ഇരിക്കുന്ന അജയെയാണ് നമ്മൾ കാണുന്നത്. അജയെ കാണാൻ കഷ്ടപ്പെട്ട് അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് വന്നത് മറ്റാരുമായിരുന്നില്ല. മുൻപത്തെ പ്രോജക്റ്റിന്റെ ഭാഗമായി മഠത്തിൽ പോയ 3 പേരിൽ അജയെ രക്ഷപ്പെടുത്തിയത് കൂടെ ഇപ്പോൾ ഇരിക്കുന്ന ആളിന്റെ അങ്കിളാണ്. അങ്കിൾ പാരലൈസ്ഡ് ആണിപ്പോൾ. അയാളുടെ നോട്ട്സ് ഒക്കെ റെഫർ ചെയ്ത ശേഷമാണ് ആ ചെറുപ്പക്കാരൻ അജയെ തേടി പിടിച്ച് ഇവിടെ വരെ എത്തിയത്. ഇയാൾക്ക് വേണ്ടതും ദേവമംഗലം മഠത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ഇയാളും പാരാനോർമൽ റിസർച്ചിന്റെ ഭാഗമായി അന്ന് 24 മണിക്കൂർ അവിടെ നിന്ന് ആളെന്ന നിലയ്ക്ക് അജയിൽ നിന്ന് കാര്യങ്ങൾ തിരക്കാൻ വന്നതാണ്. എന്നാൽ താൻ പറയാം, പക്ഷെ ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് ഉപേക്ഷിക്കണമെന്ന് അജയ് അയാളോട് പറഞ്ഞു. നെഗറ്റീവ് എനർജി ഇല്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന തന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയത് ആ ദേവമംഗലം മഠത്തിലെ അനുഭവങ്ങളാണ് എന്ന് അജയ് പറഞ്ഞു. ആദ്യം ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാവർക്കും ഒരു തലചുറ്റൽ അനുഭവപ്പെട്ടു. നേരെ നിൽക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാളെ ചുമരിൽ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ തോന്നി. എന്നാൽ മറ്റു 2 പേർക്കും അനങ്ങാൻ പോലും സാധിച്ചില്ല. പിന്നെ 10 ദിവസം കഴിഞ്ഞ് ബോധം വന്ന അജയ് ഹോസ്പിറ്റൽ കിടക്കയിലായിരുന്നു. അന്ന് അജയ് രക്ഷിച്ചതും ഇയാളുടെ അങ്കിൾ എന്ന് പറയുന്ന ആളും തുടക്കത്തിൽ നമ്മൾ കണ്ട പ്രോജക്റ്റ് റിസർച്ചിന്റെ ഭാഗമായ സിദ്ധാർത്ഥായിരുന്നു. എന്നാൽ അന്ന് അജയിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 2 പേരെയും പിന്നീട് ആരും കണ്ടിട്ടുമില്ല. അവരെ പറ്റി ഒന്നും കേട്ടിട്ടുമില്ല. കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ അജയ് അവനോട് പറഞ്ഞു. ഒരു പവർഫുൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ 5-10 വർഷം കൂടുമ്പോ ഏതോ അദൃശ്യ ശക്തിയിലൂടെ ആൾക്കാരെ ആ വീട്ടിലോട്ട് നയിക്കും. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന് അവിടേക്ക് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കൂടി. അവിടെ വരെ തന്നെ ഒന്ന് ഗൈഡ് ചെയ്യാമോ എന്ന് അവൻ അജയോട് ചോദിച്ചു. കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാലേ പഠിക്കൂ എന്ന് മനസ്സിലാക്കിയ അജയ് കൂടെ വരാം എന്ന് സമ്മതിച്ചു. അങ്ങനെ അജയും ആ പയ്യനും അവന്റെ ഫ്രണ്ട്സും കൂടെ മഠത്തിലേക്ക് പോയി. പിറകിൽ നിൽക്കുന്ന അജയിന്റെ നോട്ടത്തിൽ നമുക്ക് എന്തൊക്കെയോ പന്തുകേടുള്ളത് പോലെ തോന്നും. ആ വീട്ടിലുള്ള ആ നെഗറ്റീവ് എനർജി ഓരോ 5-10 വർഷം കൂടുന്തോറും പുറത്തുള്ള ആളുകളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആര്യനിലും അവർ
അവരിൽ നിന്ന് അജയ് ഉൾപ്പെട്ട 3 പേരിലും പിന്നെ അജയിൽ നിന്ന് ഇപ്പൊ അകത്തേക്ക് പോയവരിലും ഉണ്ടായത്.